ഡ്യൂട്ടി ചേഞ്ച് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം. എന്താ? നീ എന്ത് റിസ്ക്കുള്ള മാർഗം വേണമെങ്കിലും പ്രയോഗിച്ചവരും ഞാൻ കൂടെ തന്നെയുണ്ട്. ആ, രാധികയുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുള്ള നിലയ്ക്ക് അത് നമ്മൾ പരിശോധിച്ചേ പറ്റൂ. ഞാനിപ്പോ മരിച്ചു പോവും. എന്റെ മോളെ എനിക്ക് കാണണം. എടതി നിന്നെ പോലെ ലോകം അറിയുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു വിധി വന്നല്ലോ. നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാൻ. എന്താ? ഡോക്ടറൊന്ന് കാണാനാ. അപ്പോയിൻമെന്റ് ഉണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ അകത്ത് പോകാൻ പറ്റില്ല സാർ. ഞങ്ങൾക്ക് ഈ ഡോക്ടറെ നേരത്തെ പരിചയമുണ്ട്. കാണേണ്ടത് അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. അകത്തോട്ട് പോകാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ ഫോണിൽ വിളിക്കും. സാറിന്റെ അനുമതി ഇല്ലാതെ എനിക്ക് ഗേറ്റ് തുറക്കാൻ പറ്റില്ല. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നു പോയതാ. വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഒന്നാമത് എന്റെ ഡ്യൂട്ടി ചേഞ്ച് ആവാനുള്ള സമയമായി. അതിനിടയിൽ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. നിങ്ങൾ പോവാൻ നോക്ക്. ചേട്ടാ, പറയുന്നൊന്ന് കേക്ക്. ഡോക്ടറിന്റെ അനുവാദം ഇല്ലാതെ ഒരു കാരണവശാലും അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങൾ നിൽക്കണ്ട. ഏട്ടാ, വാ കേറ്. ഇതിപ്പോ പ്രശ്നമാണല്ലോ വരും. പ്രശ്നമാണ്, പക്ഷേ നമുക്കകത്ത് കയറിയേ പറ്റൂ. എങ്ങനെ വരണം? ഡോക്ടറുടെ പെർമിഷൻ വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സെക്യൂരിറ്റി ഇത്രയ്ക്കും സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടൊരു കാരണം കാണും. പിന്നെ സെക്യൂരിറ്റിയെ കബളിപ്പിച്ച് അകത്ത് കിടക്കുക എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമുണ്ട്. എന്തായാലും ഇപ്പം നിൽക്കുന്ന സെക്യൂരിറ്റി അടുത്ത് നമുക്ക് രണ്ടാമത് പോകാൻ പറ്റില്ല. അയാൾ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പം ഡ്യൂട്ടി ചേഞ്ച് ആവുന്ന. ഡ്യൂട്ടി ചേഞ്ച് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം. എന്താ? നീ എന്ത് റിസ്ക്കുള്ള മാർഗം വേണമെങ്കിലും പ്രയോഗിച്ചവരും ഞാൻ കൂടെ തന്നെയുണ്ട്. ആ, രാധികയുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുള്ള നിലയ്ക്ക് അത് നമ്മൾ പരിശോധിച്ചേ പറ്റൂ. സംശയമല്ല, വീണ്ടും വീണ്ടും ആലോചിക്കും തോറും ആ ഉറപ്പ് കൂടിക്കൂടി വരിക. നമുക്ക് നോക്കാടോ. തൻ്റെ അമ്മ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. ഏട്ടാ, എന്തോ ചില ദോഷങ്ങൾ കണിമംഗലത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിഞ്ഞ് പരിഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം.
കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് സാധാരണ നമ്മൾ വിളിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ടല്ലോ. പരിഹാരത്തിന് നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരിമാരും ഉണ്ട്. പിന്നെന്തിനാ പുതിയൊരാള്? അതെന്റെ തീരുമാനമാ. പഴയ കണിമംഗലം അല്ലല്ലോ ഇപ്പോഴത്തെ കണിമംഗലം. അന്തേവാസികൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഉടമയായ ഞാൻ തീരുമാനിക്കുന്നതാണല്ലോ നടക്കേണ്ടത്. ഉടമസ്ഥാവകാശത്തെപ്പറ്റി ഒരു തർക്കവും ഇല്ല. ഇനിയിപ്പോ കണിമംഗലത്ത് കൂടിയ പാപദോഷങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പേടിയില്ല. ജീവനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഭയപ്പെടുന്നവർക്കല്ലേ അതിന്റെ ആവശ്യം. എന്നെയും പത്മിനിയും സംബന്ധിച്ചിടത്തോളം ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, അത്രേ ഉള്ളൂ ചിന്ത. അല്ലാതെ എന്ന് കരുതി മറ്റുള്ളവരോട് വൈരാഗ്യ ബുദ്ധിയോടെ ചിന്തിക്കയില്ല ചന്ദ്രശേഖര. നീയും നിന്റെ ഭാര്യയും മകനും ഒക്കെ സുഖമായിട്ടിരിക്കണമെന്ന് തന്നെയാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്താലും അതിനെ സന്തോഷിക്കേയുള്ളൂ. കൽപ്പന തിരുമേനിയായിരിക്കും, ചെന്ന് കൂട്ടിക്കൊണ്ടുവരൂ. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനി വരൂ, എല്ലാരും കാത്തിരിക്കുക. നമസ്കാരം. നമസ്കാരം തിരുമേനി, വരൂ. നമസ്കാരം. പരമേശ്വരൻ സാർ ഓർക്കുന്നുണ്ടോ എന്നെ? ഉവ്വ്, മുമ്പൊരിക്കൽ കോട്ടയിൽ കോവിലകത്ത് വന്നപ്പോ അവിടെ വച്ച് പരിചയപ്പെട്ടിരുന്നു നിങ്ങളെ. അന്ന് വേറെന്തോ ഒരു ആവശ്യത്തിനല്ലേ വന്നത്? എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇതാണ് കാരണവരുടെ കൃത്യനിഷ്ഠയെന്ന് പറയുന്നത്. തിരുമേനി, കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി നോക്കണം. ഈ വീടിന്റെയും ചുറ്റുവട്ടത്തിന്റെയും രജിസ്ട്രേഷൻ മാറിയതിനു ശേഷം ഇങ്ങനൊരു നോട്ടം ഉണ്ടായിട്ടില്ല. നോക്കാം. കൊണ്ടുവരും.